നമസ്കാരം. കേരളത്തെ വികസന കുതിപ്പിലേക്ക് പടുത്തുയർത്തിയ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. രാഷ്ട്രീയത്തിലുപരി മറ്റും ജാതി ഘടകങ്ങൾക്കപ്പുറം മനുഷ്യർക്ക് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എല്ലാ കാലത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന കാര്യമാണ്. കൊച്ചിൻ മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം പോർട്ട്, ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിലൊന്നാണ്. എന്നാൽ വിഴിഞ്ഞം പോർട്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. മദർഷിപ്പുകൾ പോലും അതിലേക്ക് വരാവുന്നതാണ്. അതിലൂടെ കേരളത്തെ ഒരു വലിയ വികസന പർദീസ തന്നെ തുറക്കാവുന്നതാണ്. എന്നാൽ അദ്ദേഹം ആ പദ്ധതികളൊക്കെ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തെ എല്ലാ തരത്തിലും തകർക്കാൻ ശ്രമിച്ചു. 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ് ഭരിക്കുന്ന അടക്കം പ്രചരണം നടത്തിയ CPM കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പിണറായി വിജയൻ പറഞ്ഞത് അത് ഞങ്ങളുടെ പദ്ധതിയാണെന്നാണ്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ ആ പദ്ധതിക്ക് വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ പോലും പിണറായി വിജയൻ കൊണ്ടുവന്നില്ല, അതിനുള്ള അക്വസിഷൻ നടത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ VD സതീശൻ അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് 3ാമത്തെ മാസം കഴിയുമ്പോഴേക്ക് അവിടെ ലാൻഡ് അക്വസിഷൻ നടത്താൻ വേണ്ടി 3200 കോടി രൂപയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിവേഗതയിൽ ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ടും കേരളം മുച്ചോട് നശിപ്പിച്ചു എന്നല്ലാതെ ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് എന്താണ് വിഴിഞ്ഞം പോർട്ടിനുള്ള തകരാറ്, അവിടേക്കുള്ള റോഡുകളില്ല, റെയിൽവേ ഇല്ല. ഇത് രണ്ടും വളർന്ന് വന്നാൽ മാത്രമേ അവിടെ മറ്റു വികസന പദ്ധതികൾ ഉണ്ടാകാൻ പറ്റുള്ളൂ. കയറ്റുമതി വേണമെങ്കിൽ അങ്ങോട്ട് സാധനം കൊണ്ടുപോകാൻ കഴിയണം, തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരാൻ കഴിയണം. അതിന് കാത്തു സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവണം. അവിടേക്ക് റോഡ് ഗതാഗതവും റെയിൽവേ ഗതാഗതവും സുഗമമായി വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ വികസനം ഉണ്ടാകൂ. അതിന് അവിടെ സ്ഥലം ഏറ്റെടുക്കണം. ആ സ്ഥലം അന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കഴിയുമായിരുന്നു. ഇപ്പോൾ അതിന് വലിയ എമൗണ്ട് തന്നെ ചെലവഴിക്കേണ്ടി വരുന്നു. കാലം മാറുമ്പോൾ വിലയും മാറുമല്ലോ. എന്തായാലും ഇപ്പോൾ ഇന്നലെ VD സതീശൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം നമുക്ക്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായ കാര്യം വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചായിരുന്നു. ചുമതലകളുണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ചുമതലകളായിരുന്നു റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി. 10 വർഷം ആമ ഇഴയുന്ന വേഗത പോലും അതിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നതൊരു വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഗുണം നമുക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ തീരുമാനിച്ചെന്താ, റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ള 12,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ലാൻഡ് അക്വിസിഷന് കേരളം കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് 1600 കോടി കൊടുക്കണമെന്നാണ്. അത് കൊടുക്കാതെ വെച്ച് ഇപ്പോൾ ലാൻഡ് അക്വിസിഷന് 3200 കോടിയായി. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ തീരുമാനിച്ചു 3200 കോടി കൊടുക്കാൻ. കാരണം എന്തായാലും റോഡ് കണക്ടിവിറ്റി വേണം. അത് വളരെ വേഗത്തിൽ, കേരളത്തിൽ ഇതുവരെ നടക്കാത്ത വേഗത്തിൽ ആ ലാൻഡ് അക്വിസിഷൻ നടക്കും. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രോട്ടോക്കോൾ തന്നെ ഗവൺമെൻറ് തയ്യാറാക്കുകയാണ്. റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ റെയിൽവേ മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഇത്രയും ദിവസത്തിനിടയിൽ ഞങ്ങൾ പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു ഡൽഹിയിൽ. ഞങ്ങൾ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഈ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഞങ്ങൾ ചർച്ച നടത്തി. ഞങ്ങൾ ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ടൈം ഫ്രെയിം പ്രഖ്യാപിച്ച് ആ ടൈം ഫ്രെയിമിന് ഉള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇതെല്ലാം പകുതി ചെലവിലും പകുതി സമയത്തും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം പരമാവധി. മാത്രമല്ല, ഇതൊരു ഗേറ്റ് വേ ആണ്, ഇൻ്റർനാഷണൽ റൂട്ടിലാണ്. ബാക്കിയുള്ള കേരളത്തിലെ പോർട്ടുകളെ, കൊച്ചിൻ പോർട്ടിനെയും അതുപോലുള്ള ബാക്കിയുള്ള 18 മിനി പോർട്ടുകളെയും കണക്ട് ചെയ്ത് മുഴുവൻ കേരളത്തെയും ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നുള്ള ഈ സർക്കാരിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള മിഷൻ സമുദ്രയ്ക്കും ഇന്ന് തുടക്കമായി. ഇല്ല, അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യം വേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്. അതൊന്നും എനിക്കറിയില്ല, അത് അവരോട് ചോദിക്കണം. അവരെന്താ വരാതെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ട്.
ദേശീയപാത നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഞാൻ തന്നെ പങ്കെടുത്ത ദേശീയപാത അതോറിറ്റിയുടെ ആളുകളുമായിട്ടുള്ള ചർച്ചകൾ നടത്തി, വിശദമായ ചർച്ചകൾ, ഓരോ സെക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ ചർച്ചകൾ തുടരുകയാണ്. ഇന്നും നാളെയുമായിട്ട് ആ ചർച്ചകൾ തുടരുകയാണ്. വീണ്ടും വേഗത്തിലാക്കാൻ ഏറ്റവും സ്ലോ ആയ റീച്ചുകളുടെ കംപ്ലീറ്റ് കണക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും സ്ലോ ആയ റീച്ചുകൾ, പ്രശ്നങ്ങളുള്ള റീച്ചുകൾ, പരാതികളുള്ള റീച്ചുകൾ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവർക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടി പങ്കെടുത്ത സുദീർഘമായ ഒരു യോഗം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നടന്നു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. കേട്ടല്ലോ. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. കൊച്ചിയിൽ 5000 കോടി രൂപ ചെലവഴിച്ച് 2000 പേർക്ക് ജോലി കിട്ടാവുന്ന ഷിപ്പ് ബ്ലോക്ക് യൂണിറ്റ് വരാൻ പോകുന്നു. അതിനുവേണ്ടി 18.16 ഏക്കർ സ്ഥലം ലീസിന് നൽകുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായ കാര്യം കൂടി നമുക്ക് കേൾക്കാം. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ എടുത്ത തീരുമാനവും അനുവദിച്ച പണവും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ, അതായത് 25-ാം തീയതി മുതൽ കൊടുത്താൽ മതി ഈ മാസം യഥാർത്ഥത്തിൽ. പക്ഷെ അത് 19-ാം തീയതി മുതൽ വിതരണം നടത്തുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1105 കോടി രൂപ അനുവദിച്ചു. ഓണം ആയതുകൊണ്ടാണ് അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ 19-ാം തീയതി തൊട്ട് കൊടുത്തു തുടങ്ങുന്നത്. പെൻഷൻ ഒരു മാസവും മുടങ്ങാതെ കൊടുക്കണമെന്നുള്ള UDF സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗം കൂടിയാണിത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 59,472 ഗുണഭോക്താക്കൾക്കായിട്ട് സംസ്ഥാന വിഹിതമായി 951 കോടി 40 ലക്ഷം അനുവദിച്ചു. ഗുണഭോക്താക്കൾ 59,472. സ്റ്റേറ്റ് ഷെയറാണ് 951 കോടി 40 ലക്ഷം അനുവദിച്ചത്. ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130 കോടി 32 ലക്ഷം അനുവദിച്ചു. ഇനി ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വാർദ്ധക്യ, ഭിന്നശേഷി, വിധവ പെൻഷനുകളിലെ 8,46,456 പേർക്കുള്ള വിഹിതം കേന്ദ്ര സംസ്ഥാന വിഹിതമായിട്ടുള്ള 24.76 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 19 മുതൽ വിതരണം ആരംഭിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും പ്രഖ്യാപിച്ചു. 630 കോടി 5 ലക്ഷം രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ കുടിശ്ശിക നേരത്തെ ഒരു 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 24 കോടി രൂപ കൂടി അനുവദിച്ചു. ഈ ജൂലൈ 31 വരെയുള്ള മുഴുവൻ കുടിശ്ശികയും അവരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയാണ്. ഇപ്പോൾ ആകെ കൊടുത്തിരിക്കുന്നത് 34 കോടി രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് വലിയ ഡിമാൻഡായിരുന്നു. അതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ്, 20,000 രൂപ ഓണം അഡ്വാൻസ്, ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ബത്ത, പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാർക്ക് 6,000 രൂപ അഡ്വാൻസ്, സർവീസ് പെൻഷൻകാർക്ക് 1,250 രൂപ ബോണസ്, ആശാ അംഗൻവാടി പ്രവർത്തകർക്ക് 1,450 രൂപ ഉത്സവ ബത്ത. പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക തീർക്കുന്നതിനായി 84 ദിവസത്തിനകം 310 കോടി രൂപ അനുവദിച്ചു. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. ആരോഗ്യ മേഖലയിൽ കാസ്പ്, ആരോഗ്യകിരണം പദ്ധതികളിലെ അടിയന്തര ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. എന്നെക്കാൾ കൂടുതൽ ബാധ്യതയുണ്ട്, പക്ഷെ അടിയന്തരമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. സപ്ലൈകോ വഴി നെല്ല് സംഭരിച്ചതിൻ്റെ 2026 ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക തീർപ്പാക്കാൻ 150 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ കുടിശ്ശിക ഓണത്തിന് മുമ്പ് നൽകി തീർക്കുക എന്നതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ജൂലൈ 31 വരെയുള്ള PRS കുടിശ്ശിക അതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലില്ല, അത് മുഴുവൻ നമ്മൾ കൊടുത്തു തീർത്തു. സപ്ലൈകോയ്ക്ക് 53 കോടി രൂപ സബ്സിഡി കാര്യങ്ങൾക്ക് ഓണവിപണി സജീവമാക്കുന്നതിനും 53 കോടി രൂപ മുൻകൂറായിട്ട് അനുവദിച്ചു. കൺസ്യൂമർ ഫെഡിന്
ഓണം വിപണി ഇടപെടൽ സജീവമാക്കുന്നതിന് വേണ്ടി അവരാവശ്യപ്പെട്ട 25 കോടി രൂപ അനുവദിച്ചു. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണം ബത്ത 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം നൽകാൻ 44.24 കോടി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് 100 ദിനങ്ങൾ പൂർത്തിയാക്കിയ 7080 തൊഴിലാളികൾക്ക് 1200 രൂപ നൽകാൻ 85 ലക്ഷം രൂപ. ഇങ്ങനെ 45 കോടി 9 ലക്ഷം രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം നമ്മൾ ഗവൺമെൻറ് വന്ന ഉടനെ 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വർദ്ധിപ്പിച്ച 1000 രൂപ ഉൾപ്പെടെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാൻ 44 കോടി രൂപ അനുവദിച്ചു. ലോട്ടറി ഏജൻറ്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമം അതിന് 26 കോടി 47 ലക്ഷം രൂപ അനുവദിച്ചു. അവരുടെ ബോണസ് 1000 രൂപയാക്കി ഉയർത്തി. ഉത്സവ ബോണസ് സജീവ ഏജൻറ്റുമാർക്ക് 8500-ഉം പെൻഷൻകാർക്ക് 3750 രൂപയും ലഭിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്നേഹസാന്ത്വനം പദ്ധതിയിൽ അവരുടെ ധനസഹായവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 5208 നിലവിലുള്ള ഗുണഭോക്താക്കൾക്കും പുതിയതായി ഉൾപ്പെടുത്തിയ 1000 പേർക്കും സാമ്പത്തിക സഹായം, കെയർ ഗിവേഴ്സിനുള്ള ബത്ത, കുട്ടികളുടെ വിദ്യാഭ്യാസം, 10 MCRCകളുടെ നവീകരണം എന്നിവയ്ക്കായി 14 കോടി 40 ലക്ഷം രൂപ വകയിരുത്തി. പട്ടികവർഗ വിഭാഗക്കാർക്ക് ഓണക്കോടി അതിന് വേണ്ടിയിട്ട് 60 വയസ്സിന് മുകളിലുള്ള 52,826 പട്ടികവർഗക്കാർക്ക് ഒരാൾക്ക് 1000 രൂപ നിരക്കിൽ ഓണക്കോടി വിതരണം നടത്തും. അതിന് 5.28 കോടി അവതരിപ്പിച്ചു. വയനാട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞ ഓരോരുത്തർക്കും. സ്പോർട്സ് കൗൺസിലിലെ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ വേതനം നൽകുന്നതിനായി 1.5 കോടി രൂപ അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവ ബത്തയും കിറ്റും 2000 രൂപ എക്സ്ഗ്രേഷ്യ ആശ്വാസവും 1000 രൂപ മൂല്യമുള്ള സപ്ലൈകൈ ഓണം ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണം അതിന് 21 ലക്ഷത്തോളം രൂപ വരും. ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായ വർധനവ്, പ്രതിമാസ സഹായം, കിടപ്പിലായ രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കുള്ള ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി ഉയർത്തി. കേട്ടല്ലോ, ഈ 2 തീരുമാനങ്ങൾ ഈ 3 മാസം കൊണ്ടാണ് അദ്ദേഹം എടുത്തത്. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊച്ചിയുടെ വികസനത്തിന് പുതിയ വലിയ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് തന്നെയാണ് ഈ ഷിപ്പ് ബ്ലോക്ക് വരുന്നത്. എന്തായാലും വി ഡി സതീശൻ്റെ വേഗത, വി ഡി സതീശൻ തീരുമാനമെടുക്കാനുള്ള കഴിവ്, അത് നടപ്പിലാക്കാനുള്ള കഴിവ് തീർച്ചയായും കേരളത്തെ വികസന പറുദീസിലേക്ക് പറന്നുയർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.